എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായ ഒരു ആലു പനീർ പറാത്തയുടെ റെസിപ്പിയാണ്. കോരി ഒഴിക്കുന്ന മാവ് കൊണ്ട് വളരെ എളുപ്പത്തിലാണിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് കറികളില്ലാതെയും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കാനായി മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാൻ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം മൈദയും എടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. ഞാൻ 2.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു വലിയ പൊട്ടറ്റോ ഒന്ന് വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരെണ്ണം കൂടി ചേർക്കാവുന്നതാണ്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ മിക്സിയുടെ ജാറ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിൽ മിക്സ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യമായിട്ട് ജാറിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം കൂടി വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഏകദേശം 3.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. ആദ്യം 2 കപ്പ് ചേർത്തു, പിന്നീട് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്താണ് അരച്ചെടുത്തത്. ഇപ്പം ഞാൻ നമ്മുടെ ദോശയുടെ ബാറ്ററിൻ്റെ ഒരു പരുവത്തിൽ നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നായിട്ട് അരയ്ക്കാൻ പറ്റാത്തവർ ഇതുപോലെ ഒരു ബൗളിൽ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. അധികം ലൂസുമല്ല, എന്നാൽ ഒത്തിരി ടൈറ്റ് ആകാത്ത ഒരു ബാറ്റർ. നമ്മുടെ ദോശ ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയോ കുറച്ചോ ചേർക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് സവോള, ഒരു കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ക്യാപ്സിക്കം കൂടി ചേർക്കുമ്പോൾ. അതുകൊണ്ട് ക്യാപ്സിക്കം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മിസ്സാക്കാതെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സോ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അജ്വൈനാണ്, നമ്മുടെ അയമോദകം. അത് കയ്യിലിട്ട് നല്ല പോലെ ഒന്ന് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഇതിലോട്ട് മസാലപ്പൊടികൾ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് ചേർത്തെടുക്കുന്നത് 200 ഗ്രാം പനീർ നല്ല പോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 200 ഗ്രാം പനീർ ചേർത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പനീർ അതായിരുന്നു 200 ഗ്രാം. അത് മുഴുവൻ ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്കിതിലോട്ട് കുറച്ചും കൂടി മസാല ടേസ്റ്റിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാവുന്നതാണ്. ഇനി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചാറ്റ് മസാല കൂടി ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. നോർത്ത് ഇന്ത്യൻസിലൊക്കെ ചാറ്റ് മസാല കൂടി ചേർത്താണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചേർത്തുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുക. എണ്ണയില്ലാതെയും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ബാറ്റർ ഒഴിക്കാൻ പറ്റുമോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2.5 തവി ബാറ്റർ ഒഴിച്ച് ആ ഒരു പാനിൻ്റെ വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് ഇതിന് പകരം ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് പനീർ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില കൂടി അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇവിടെ കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പറാത്തയാണിത്. നമ്മൾ ആലുവൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. മറിച്ചിട്ട് കൊടുത്തും ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം.
അതിന് മറിച്ചിട്ടിട്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ദാ മറു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. 2 സൈഡ് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. കൂടുതൽ സമയം വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തിരിച്ചും മറിച്ചുവിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചപ്പാത്തി പോലെ പൊള്ളച്ച് വരുന്നതാണ്. പക്ഷേ അത് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു 4-5 മിനിറ്റൊക്കെ എടുക്കും. ഇതുപോലെ ലോ ഫ്ലെയിമിൽ പ്രസ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ പൊള്ളച്ച് വരാനായിട്ട്. ഞാനിപ്പോൾ അത്രയും അങ്ങ് പൊള്ളിപ്പിച്ചെടുത്തിട്ടില്ല. 2 സൈഡ് നല്ലപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ടാമത്തിരി കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് അതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഞാനത് പറയാനും വിട്ടുപോയി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ദാ നമ്മുടെ പറാത്ത ഇവിടെ 2 സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ദാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ടേസ്റ്റാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മസാലയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ചും കൂടി മസാല പറാത്തയായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വീണ്ടും അതുപോലെ തന്നെ കുറച്ച് എണ്ണ കോരി ഒഴിച്ച് അതിന് മുകളിലോട്ട് ബാറ്റർ കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അധികം തിക്കായിട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വെന്ത് വരത്തില്ല. ഓൾറെഡി നമ്മൾ വേവിച്ച ആലുവൊക്കെയാണ് ചേർത്തിരിക്കുന്നതെങ്കിലും നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ചൊന്ന് തിന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിന് മുകളിൽ ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഇത് മറിച്ചിട്ട് മറു സൈഡ് കൂടി വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയത് ഒരു മഷ്റൂം കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതും ഈ പറാത്തയും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. 2 സൈഡ് നല്ലപോലെ മുരിയിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നല്ലപോലെ ഒന്ന് പൊള്ളച്ചും കൂടി വരുന്നതാണ്. ഞാനിപ്പോൾ പൊള്ളച്ചെടുക്കാനായിട്ട് 4-5 മിനിറ്റ് എടുക്കും. അത്രയും സമയമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അതാ രണ്ടാമത്തെ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ കൊണ്ട് എനിക്കൊരു 10 പറാത്ത ഉണ്ടാക്കാനാണ് തികഞ്ഞത്. ഈ ഒരു വലിപ്പത്തിൽ ഞാനൊരു 10 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആലു പനീർ പറാത്തയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ബട്ടർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ബട്ടർ അതിൻ്റെ പുറത്തൊരു ഇതിന് വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പറാത്ത എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാണ്. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസൊക്കെ തീരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ട് അങ്ങ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പരുവത്തിലാണ് ഇതുണ്ടാവുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.